വെനസ്വേലയിൽ സംഭവിച്ചത് കണ്ടില്ലേ? അമേരിക്കൻ കടന്നാക്രമണം. പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ബന്ദിയാക്കിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയാണ്. മദുറോയെയും ഭാര്യയെയും രാജ്യത്തിന് പുറത്തെത്തിച്ചു എന്നാണ് റിപ്പോർട്ട്. പൗരന്മാർ വെനസ്വേല വിടണമെന്നും അമേരിക്ക നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഫൈസൽ ഹംസയും സായ് കുമാറും ജിമ്മി ജെയിംസും നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിൽ. ആദ്യം ഫൈസൽ ഹംസയിലേക്ക്. ഫൈസൽ ഹംസ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരികയാണ്. മദുറോ കസ്റ്റഡിയിലാണ്. എവിടെയാണ് മദുറോ ഇപ്പോൾ? ഗുഡ് ഈവനിംഗ് സുജയ. മദുറോ എവിടെയാണെന്ന ചോദ്യത്തിന് അമേരിക്ക കൃത്യമായ ഒരു മറുപടി നൽകിയിട്ടില്ല. വെനസ്വേലയിൽ നടത്തിയ ശക്തമായ ആക്രമണത്തിനൊടുവിൽ, അതായത് തലസ്ഥാനമായ കാരക്കസ് അടക്കം അതോടൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിൽ നടത്തിയ ആക്രമണത്തിനൊടുവിൽ മദുറോയെയും ഭാര്യയെയും ബന്ദിയാക്കിയിരിക്കുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മദുറോയെയും ഭാര്യയെയും അമേരിക്കയിലേക്ക് കടത്തിയതായും സൂചനയുണ്ട്. പക്ഷേ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മദുറോയും ഭാര്യയും ജീവനോടുണ്ടോ എന്നുള്ളതിന് തെളിവ് നൽകണം എന്നുള്ളതാണ്. അക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം എന്തായാലും ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തത വരും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വെനസ്വേലയിൽ അമേരിക്ക അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നു. അത് ട്രംപും സ്ഥിരീകരിച്ചിരിക്കുന്നു. വെനസ്വേലയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു. പ്രസിഡന്റിനെ തന്നെ ബന്ദിയാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിന്ന അമേരിക്കയും അതോടൊപ്പം തന്നെ വെനസ്വേലയും തമ്മിലുള്ള ഈ സംഘർഷത്തിന്റെ ഏറ്റവും പരിണിതി ഈ തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ട്രംപ് ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ മദുറോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സാഹചര്യം, അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സായ് കുമാർ കൂടി നമുക്കൊപ്പം ഉണ്ട്. സായ് കുമാർ, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രമായ വെനസ്വേലയിൽ നടത്തിയ വ്യോമാക്രമണം, ആ വ്യോമാക്രമണത്തിൽ സൈനിക താവളങ്ങളടക്കം ലക്ഷ്യമായിരുന്നു. ഇതെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമുള്ള ആക്രമണത്തിൽ നിക്കോളാസ് മദുറോയെയും ഭാര്യയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഈ നീക്കം എങ്ങോട്ടാണ്? തീർച്ചയായും സുജയ, അത് തന്നെയാണ്. ലോകം അമ്പരപ്പോടുകൂടിയും ആശങ്കയോടും കൂടിയാണ് അമേരിക്കയുടെ ഈ നടപടിയെ കാണുന്നത്. അമേരിക്ക ആദ്യമായിട്ടല്ല മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് ഇങ്ങനെ കടന്നാക്രമണം നടത്തുന്നത്. അതിന്റെ ഒട്ടേറെ ചരിത്രം അമേരിക്കയുടെ മുന്നിലുണ്ട്. അതിൽ മറ്റൊരു പേരായി ഇപ്പോൾ വെനസ്വേല മാറുന്നേ എന്നേ ഉള്ളൂ. നേരത്തെ തന്നെ വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള ഈ മുറവിളി അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. വെനസ്വേല ലോകത്തിലെ തന്നെ മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിക്കോളാസ് മദുറോ ആയിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രധാനപ്പെട്ട ശത്രു. അവിടുത്തെ പ്രതിപക്ഷമടക്കം അമേരിക്കൻ വിധേയത്വം പുലർത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളടക്കം സ്വീകരിച്ചത്. അതുകൊണ്ട് അതടക്കം ആയുധമാക്കിക്കൊണ്ടാണ് അമേരിക്ക ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. അവിടെ ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് നിക്കോളാസ് മദുറോ ആണ് എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ട്രംപിന്റെ പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് ആ പ്രവർത്തനം ഇല്ലാതാക്കും എന്ന് നേരത്തെ തന്നെ അമേരിക്ക വെല്ലുവിളി നടത്തിയതാണ്. ഇങ്ങനൊരു ആക്രമണത്തിന് അവർ കോപ്പുകൂട്ടുന്നു എന്നുള്ളതിന്റെ എല്ലാ സൂചനകളും നേരത്തെ മുതൽ തന്നെ ട്രംപിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഇന്ന് വെനസ്വേലയുടെ 7 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ സ്ഫോടനം നടന്നത്. അതിൽ ബോട്ടുകളും കപ്പലുകളും അടക്കമുണ്ട്. അത് മയക്കുമരുന്ന് മാഫിയക്കെതിരായ ഒരു ആക്രമണം എന്ന രീതിയിലാണ് ആദ്യം വാർത്തകൾ പുറത്തേക്ക് വന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ അത് അമേരിക്ക നടത്തിയ ഒരു ആക്രമണമായിരുന്നു, അവിടുത്തെ ഭരണാധികാരിയെയും നിക്കോളാസ് മദുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അടക്കം തങ്ങൾ കസ്റ്റഡിയിലെടുത്തു അവരെ അമേരിക്കയിലേക്ക് മാറ്റി എന്ന വിവരം ലോകത്തോട് അറിയിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതിന് ശേഷമാണ് ഇപ്പോൾ അമേരിക്കക്കെതിരെ വലിയ പ്രതിഷേധവും പ്രതികരണങ്ങളും മറ്റ് ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നത്. എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്ന് വാർത്താ സമ്മേളനത്തിലായിരിക്കും ട്രംപ് കൂടുതൽ വ്യക്തമാക്കുക. സുജയ, വൈകിട്ടാണ് ആ വാർത്താ സമ്മേളനം. ജിമ്മി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്, ഡിജിറ്റൽ ഹെഡ്. ജിമ്മി ജെയിംസ്, ഗുഡ് ഈവനിംഗ്. സൈനിക താവളങ്ങളിലെ ആക്രമണം അത് പതിവല്ലേ എന്ന് കരുതി ലോകം നോക്കി നിന്നു. ഒരു ലോക പോലീസ് കളിയുടെ ഏറ്റവും അങ്ങേയറ്റത്തേക്ക് എത്തുകയാണോ അമേരിക്ക ഇപ്പോൾ മദുറോയെ ബന്ദിയാക്കിക്കൊണ്ട്? ഇതൊരു അധിനിവേശമല്ല? ഈ അടുത്ത കാലത്തെങ്ങും ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വലിയ ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഒരു രാജ്യത്ത് കടന്നു കയറുക, പരമാധികാരമുള്ള രാജ്യത്ത് കടന്നു കയറി മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ആ രാജ്യത്തെ പ്രസിഡന്റിന്റെ ഭാര്യയും പിടിച്ചുകൊണ്ട് പോവുക. ലോക ചരിത്രത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവമാണ്. അമേരിക്ക സാധാരണ ചെയ്യുക മറ്റ് രാജ്യങ്ങളിൽ സൈന്യത്തെ അയക്കുന്നതും അതുപോലെ തന്നെ എയർ സ്ട്രൈക്കുമൊക്കെ നിരവധി തവണ നിരവധി രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇറാനിൽ വരെ അത്തരം ആക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അമേരിക്കയ്ക്കൊപ്പം എപ്പോഴും സന്തക സഹചാരിയായി ഇതിൽ പലതിലും ഇസ്രായേൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് അമേരിക്കയുടെ സ്വന്തം ടർഫ്, അതായത് അമേരിക്കയുടെ തൊട്ടു താഴെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ഇടതുപക്ഷ ശക്തികൾ ഭരിക്കുന്ന രാജ്യങ്ങൾ എന്നും അമേരിക്കയുടെ കണ്ണിലെ കരടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം
അത് കുറച്ചുകൂടെ ശക്തമാവുകയും ചെയ്തിരുന്നു. വെനസ്വേലയെ നോട്ടമിടാൻ തുടങ്ങിയത് ട്രംപ് അധികാരത്തിലേറിയതിന് വളരെ മുമ്പ് തന്നെ 2020 തന്നെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ അമേരിക്കയിലേക്കും മറ്റും വ്യാപകമായി മയക്കുമരുന്നുകൾ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞ വലിയ കലാപമുണ്ടാക്കിയതാണ് അമേരിക്ക. പക്ഷേ പ്രശ്നം അതൊന്നുമല്ല. 2024 വീണ്ടും നിക്കോളാസ് മദുറോ അധികാരത്തിലേറുമ്പോൾ അമേരിക്ക പിന്തുണച്ച അമേരിക്കൻ സ്ഥാനാർത്ഥി ജയിച്ചില്ല. ആ സ്ഥാനാർത്ഥിയാണ് പിന്നെ ഇത്തവണത്തെ നോബൽ സമ്മാനം നേടിയ മരിയ മച്ചാഡോ എന്ന് പറയുന്ന വനിത. അവർ ജയിക്കുമെന്നാണ് അമേരിക്ക കരുതിയിരുന്നത്. അവിടെ മുതൽ ഇദ്ദേഹത്തെ തീർക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പെട്രോളിയം റിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വേല. രണ്ട്, ഇറാനുമായും റഷ്യയുമായും ചൈനയുമായും പുതിയ വ്യാപാര ബന്ധം, പ്രത്യേകിച്ച് എണ്ണയുടെ കാര്യത്തിൽ വെനസ്വേല മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് അമേരിക്ക നിക്കോളാസ് മദുറോയെ അമർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. ഹ്യൂഗോ ഷാവേസ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ആവേശോജ്വലമായ ഇടതുപക്ഷ നേതാക്കളിൽ ഒരാളായിരുന്നു. ഇതിനു മുമ്പ് വെനസ്വേലയുടെ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസ് ക്യാൻസർ വന്നാണ് മരിച്ചത്. ഹ്യൂഗോ ഷാവേസിനെ അമേരിക്ക വധിച്ചതാണെന്ന് പോലും ഒരു കഥയുണ്ട്. ജിമ്മി ജെയിംസ്, അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ലോകത്തിനുണ്ടാകുന്ന ഒരു ആശങ്കയാണ്. റഷ്യയും ഇറാനും അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങൾ ഈ അധിനിവേശത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് ഇപ്പോൾ തന്നെ ഇറാന്റെ ഭാഗത്തുള്ള പ്രതികരണം വന്നു കഴിഞ്ഞു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഇതിനെ അപലപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം വന്നിട്ടുണ്ട്. സ്വാഭാവികമായും റഷ്യയിൽ നിന്നും അതേ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ സുജി, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, വെനസ്വേലയിൽ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ കക്ഷികളുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങളും സർക്കാരിൻ്റെ അതിനോടുള്ള അടിച്ചൊതുക്കലുമൊക്കെ ഉണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഇറാനിൽ സമാനമായ രീതിയിൽ 100 പട്ടണങ്ങളിൽ വിലക്കയറ്റത്തിനെതിരെയും മറ്റും സർക്കാരിനെതിരായ പ്രക്ഷോഭം ഇറാനിൽ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം ഇറാനാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ലോകത്ത് ചൈന, റഷ്യ, ഇറാൻ എന്ന പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുകയും അതിനകത്ത് ചൈനയുടെ വളരെ വലിയ ശക്തിയോടുകൂടി ഇപ്പോൾ അമേരിക്കൻ ഡോളറിനെ ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കയെ ട്രംപിനെ ആശങ്കപ്പെടുത്തുന്നത് അതൊക്കെയാണ്.